എന്റെ ഉമ്മ നിങ്ങളോട് വിശദീകരിച്ചതുപോലെ അതുപോലുള്ള ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 550 ആളുകൾ ആ ഖബർസ്ഥാനിൽ ഉണ്ടായിരുന്നു. ആ 550-ൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ ഒരൊറ്റ സ്വലാത്ത് കാരണമായി എന്റെ ഉമ്മ നിങ്ങളോട് പറഞ്ഞ ശിക്ഷകളെല്ലാം ഒഴിവാക്കിയെന്ന് മാത്രമല്ല, സ്വർഗലോകത്ത് ഇതുപോലുള്ള ഒരു കൊട്ടാരം നൽകുകയും ഇതുപോലുള്ള ഒരു പദവിയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണ് സ്വപ്നത്തിലൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം സ്വലാത്തിന്റെ മഹത്വം എത്രയാണെന്ന്. അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ വെച്ച് എന്ത് തന്നെയാണെങ്കിലും സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ അതെല്ലാം നടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതുപോലുള്ള സ്വലാത്തിന്റെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള സദസ്സുകളിൽ നിന്ന് നേടിയെടുക്കുന്ന നന്മകൾ, ആ നന്മകൾ ഒരിക്കലും തന്നെ നമ്മൾ നശിപ്പിച്ച് കളയാതിരിക്കുകയും ചെയ്യുക. അത് നശിപ്പിക്കാൻ ഒരു പ്രയാസമല്ല. ഇത് നമ്മൾ പറഞ്ഞല്ലോ, സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം അത് വളരെ വലുതാണ്. പക്ഷേ അത് നശിച്ചു പോകാനും ഇതുപോലെ തന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നോക്കുകയും അതുപോലെ തന്നെ പറയുകയും ആ പറയുന്നത് കേൾക്കുകയും ചെയ്താൽ പോലും നമ്മുടെ അമലുകളൊക്കെ ഇല്ലാതെയായി പോകും. നാളെ മഹ്ശറിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ടിൽ നമ്മൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരൊറ്റ നന്മയും അവിടെ കാണാതിരിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് വാവിട്ട് കരയുന്നൊരവസ്ഥ വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ തിന്മയുടെ തട്ടിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിന്മകളൊക്കെ വന്ന് ആ തിന്മക്ക് കനം തൂങ്ങുന്നൊരവസ്ഥ, അതൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ വളരെ ലാഘവത്തോടുകൂടെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നതിനിടക്ക് നമ്മളൊന്ന് സ്വന്തമായിട്ട് നമ്മളെ വിചാരണ നടത്തുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ നഫ്സിനെ ഒന്ന് വിചാരണ നടത്തുക. അത് രാവിലെ നമ്മൾ ഉണർന്നത് മുതൽ നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടെ ഒന്ന് വിചാരണ നടത്തുക. പലപ്പോഴും നമ്മളൊക്കെ അഭിമാനിക്കുന്നത് നമ്മൾ ചെയ്ത നന്മകൾ ആലോചിച്ചാണ്. അങ്ങനെയുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്ത നന്മകളെ കുറിച്ച് ആലോചിച്ച് അതിൽ നമ്മൾ അഭിമാനിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് അതിൽ ഖേദിക്കുക. ഇനി ഒരിക്കലും നമ്മളത് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരാളോട് നമ്മൾ ചെയ്ത ക്രൂരതകൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം. അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ നമുക്ക് മനസ്സുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ അത് ആലോചിച്ച് തലമുണ്ടാക്കും. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എപ്പോഴും നമ്മൾ ആളുകളെ നശിപ്പിച്ച് കളയുന്നത് അത് നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കുക. ഗീബത്ത് പറയുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് ആഖിറത്തിൽ അവൻ ചെയ്ത നന്മകളൊന്നും കാണുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആരെയൊക്കെ നമ്മുടെ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ഗീബത്ത് പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ കേട്ടിട്ടല്ലുള്ളൂ. ഒരു ഗീബത്ത് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന അതേ കുറ്റമാണ് ആ ഗീബത്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. നമ്മുടെ അമലുകൾ ഇല്ലാതായി പോകുന്നതാണ്. മുഫ്ലിസ് എന്നാണ് അവിടെ ഒരു പാപ്പരായ മനുഷ്യൻ. നമ്മൾ മുഫ്ലിസിനെ കുറിച്ച് ആലോചിക്കുന്നത് ഈ ലോകത്ത് സമ്പത്തും സന്താനങ്ങളും കുടുംബവും ബന്ധവും ഒന്നുമില്ലാത്ത ആളെ കുറിച്ച് പറയുമ്പോൾ ആഖിറത്തിൽ മുഫ്ലിസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവൻ ഒരുപാട് ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്, ഉംറകൾ ചെയ്തിട്ടുണ്ട്, നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരം, ഇഅ്തികാഫ്, ഖുർആനോത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ അവന്റെ നന്മയുടെ ഭാഗത്ത് ഒന്നും കാണാൻ കഴിയാതെ അട്ടഹസിച്ച് കരയുന്ന ഒരു രംഗം. അതിനുള്ള കാരണം പ്രധാനമായിട്ടും ഗീബത്താണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ജമാഅത്ത് കഴിഞ്ഞാൽ നമ്മുടെ പീഡിയക്കോലായ്മയോ അതുപോലെ ഓവുപാലത്തുമേ വന്നിരുന്ന് മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പള്ളിയിലേക്ക് ഒരു നേരം കയറുക പോലും ചെയ്യാത്ത ആളുകൾക്ക് ഇവൻ ജമാഅത്തായിട്ട് നിസ്കരിച്ച കൂലി മുഴുവൻ അവന് പോകുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെ വെച്ച് ഇവൻ ഗീബത്ത് പറഞ്ഞ ആളുകളെ എല്ലാം ഇവൻ ചെയ്ത നന്മകൾ വിതരണം ചെയ്യും.
എന്നിട്ടും ഇവനെ ഗീബത്ത് പറഞ്ഞ തിന്മ ബാക്കിയുണ്ടെങ്കിൽ, ഇവന്റെ നന്മയാണെങ്കിൽ ഇനി കൊടുക്കാനില്ലെങ്കിൽ എന്താണ് ചെയ്യുക? ആരെയൊക്കെയാണോ ഇവൻ ഗീബത്ത് പറഞ്ഞത് ആ പറഞ്ഞ വ്യക്തികളുടെ എല്ലാ കുറ്റവും, ഒരു പക്ഷെ കള്ള് കുടിച്ച ആളാണെങ്കിൽ ആ കള്ള് കുടിച്ച കുറ്റം പോലും ഈ ജമാഅത്തായിട്ട് നിസ്കരിച്ചിരുന്ന ഈ വ്യക്തിക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ഇത്രമാത്രം വലിയ ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നമീമത്തിന് ദുനിയാവിലും ആഖിറത്തിലും ഗീബത്തിനേക്കാൾ വലിയ കഠിനമായ, വലിയ അപകടകരമായ മറ്റൊന്നാണ് നമീമത്ത്. നമീമത്ത് പറഞ്ഞിട്ടുള്ള മുമ്പൊരു സംഭവം കിതാബിലൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഒരു അടിമക്കച്ചവടം നടന്നിരുന്ന സമയത്ത് ഒരു അടിമയെ, നല്ല ആരോഗ്യവാനായ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യുവാവിനെ, അങ്ങനെയുള്ള അടിമകളെ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകും. കാരണം ഈ തപ്പനത്തോട്ടം, മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ കൊത്താനും ജോലി ചെയ്യാനും നല്ല ആരോഗ്യമുള്ള ആളുകളെ വേണം. അങ്ങനെ ഒരു അങ്ങാടിയിൽ ഒരു അടിമയെ വില പറയുന്നുണ്ട് ഒരു യജമാനൻ. കുറെ ആളുകൾ വന്നു നോക്കുന്നു, അവന്റെ മസിൽ പിടിച്ചു നോക്കുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വില കേട്ടപ്പോ അത്ഭുതം, വളരെ തുച്ഛമായ വില. അപ്പൊ ഇതിലെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും വിട്ടു നിൽക്കുന്നു. പക്ഷെ ഒരു വ്യക്തി ഇവന്റെ ആരോഗ്യം കണ്ട് ഇവനെ ഒഴിവാക്കാൻ കഴിയാതെ ഇവനെ വാങ്ങി. അന്ന് നമുക്കറിയാമല്ലോ, മൃഗങ്ങളെ നമ്മളെ പോത്തിനെയും കാളയെയും ഒക്കെ കച്ചവടം ചെയ്യുന്നത് പോലെ കച്ചവടം ചെയ്യുകയാണ്. അങ്ങനെ ഇവനെ വാങ്ങിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ആ യജമാനൻ പറഞ്ഞു, ഇവനെ ഒരു പ്രശ്നം കേട്ടോ, അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതെന്താന്ന് ചോദിച്ചു. ഇവന് നമീമത്ത് പറഞ്ഞിട്ട് ആളുകളെ പരസ്പരം തെറ്റിക്കാനുള്ള കഴിവ് അപാരമായ കഴിവുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും, നിങ്ങൾ ശ്രദ്ധിക്കണം. കേൾക്കുമ്പോ വിചാരിക്കും, ഇത്ര കുറച്ച് തുച്ഛമായ വിലക്കല്ലേ, അത് സാരല്ല, നമീമത്തല്ലേ, അതൊന്നും പ്രശ്നമില്ല, അപ്പൊ എന്നെ ബാധിക്കണ കേസല്ലല്ലോ എന്ന് വിചാരിച്ച് ഈ അടിമയെ ആ മനുഷ്യൻ വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയപ്പോ ഈ മനുഷ്യനാണെങ്കിൽ മക്കളില്ല, ഭാര്യയും ഇയാളും മാത്രം കഴിയുന്നൊരു വീട്, വളരെ സ്നേഹത്തോടു കൂടെ കഴിയുന്ന ഭാര്യയും ഭർത്താവും. അതിനിടക്കാണ് ഇയാളുടെ തോട്ടം നോക്കാൻ വേണ്ടി ഈ അടിമയെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ അടിമ ഇവന്റെ പ്രവർത്തനം തുടങ്ങി. ഇവന്റെ ഹോബിയാണ് നമീമത്ത് പറയുക എന്നുള്ളത്. അങ്ങനെ ഈ ഭാര്യയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ല, എന്റെ ഭർത്താവ് അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ സാധ്യതയില്ല, ഞങ്ങൾ വളരെ സ്നേഹത്തിലാണല്ലോ. എന്നാൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒഴിവാക്കാൻ നിൽക്കുകയാണ്, നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ ഭർത്താവ് ഇരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ, ഈ ഭാര്യ ഒരിക്കലും അത് വിശ്വസിച്ചില്ല. കാരണം അവരത്രമാത്രം സ്നേഹത്തിൽ കഴിയുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾ പറയുന്നത് തെറ്റാണ്, എന്റെ അടിമ പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു കൊടുത്തു, അതുപോലെ തന്നെ ഈ ഭർത്താവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യക്ക് മറ്റൊരാളുമായിട്ടൊരു ബന്ധമുണ്ടെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരാളുമായിട്ട് ഒരു ബന്ധമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നിങ്ങളുടെ ഭാര്യ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ഭർത്താവും പറഞ്ഞു, ഇല്ലല്ല, ഒരിക്കലും ചെയ്യൂല, ഞങ്ങൾ അത്രയും സ്നേഹത്തിൽ കഴിയുന്നവരാ. എങ്ങനെയാണത്? ഒരിക്കലും നടക്കുകയില്ല. നമീമത്ത് എന്ന് പറഞ്ഞ സംഗതി മനസ്സിലായല്ലോ അല്ലെ? ഗീബത്ത് പോലെയല്ല. നമീമത്ത് എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന രണ്ടാളുകളെ പരസ്പരം തെറ്റിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഒരു ഗീബത്ത് തന്നെയാണ്, പക്ഷെ ഗീബത്തിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് നമീമത്ത് എന്നുള്ളത്. ഇത് ഒരാളുടെ കുറ്റം പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമല്ല, ആ കുറ്റത്തിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ തമ്മിലടിക്കുക, കൊലപാതകങ്ങൾ വരെ നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് നമീമത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയോട് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഒരു കല്യാണം, നിങ്ങളുടെ ഭാര്യ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട്, അത് വിജയിക്കാൻ വേണ്ടി, നിങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും ചെയ്യൂല, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വ്യക്തി ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കൽ വരും, മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് നിങ്ങളെ കഴുത്തറുത്ത് കൊല്ലാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ, നിങ്ങളുടെ യജമാനനാണല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചു. ഈ സ്ത്രീയോട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ബന്ധം ഉണ്ടാവാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കാൻ നിൽക്കുകയാണ്.
അതിന് എന്താണ് പരിഹാരമുണ്ട്? എന്റെ കയ്യിലൊരു പരിഹാരമുണ്ട്. ഭർത്താവിന്റെ നല്ല നീളമുള്ള താടിയാണ് ഭർത്താവിന്. അപ്പൊ താടിയിൽ നിന്നൊരു രോമം നിങ്ങൾ പറിച്ചെടുത്താൽ ഭർത്താവ് ചിലപ്പോ അറിയും. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് അത് പറിച്ചെടുക്കണം. പറിച്ചെടുത്താൽ അറിയും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ രോമം നിങ്ങൾ മുറിച്ചെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ രോമം കൊണ്ട് എനിക്ക് ചില വിദ്യകളുണ്ട്. ആ വിദ്യ ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിന് ആ പെണ്ണിനോടുള്ള സ്നേഹം ഇല്ലാതായി എല്ലാ സ്നേഹവും നിങ്ങളോട് തന്നെ ആക്കാൻ എനിക്ക് കഴിയുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് രാത്രി, നിങ്ങൾ ആലോചിക്കണം, ഇതൊരു കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. അന്ന് രാത്രി ഇയാൾ ഉറങ്ങിയതുപോലെ അഭിനയിച്ചു കിടന്നു. കാരണം എന്താ? ഇന്ന് രാത്രി കൊല്ലാൻ പോവാണ്, കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊല്ലാനാണ് ഭാര്യയുടെ തീരുമാനം എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഉറക്ക അഭിനയിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യ മൂർച്ചയുള്ള ഒരു കത്തിയുമായിട്ട് വരികയാണ്. എന്തിനാണ്? കഴുത്തറുക്കാനല്ല. ഇയാള് പറഞ്ഞിരുന്നു നീളമുള്ള ഒരു താടിയുടെ രോമം മുറിച്ചെടുത്ത് തരാൻ പറഞ്ഞിരുന്നു. അപ്പോ ഈ കത്തി കൊണ്ട് കഴുത്തിനടുത്തേക്ക് വന്നപ്പോഴേക്കും ഇയാൾ ഉറക്കഭിനയിച്ച് കിടന്നിരുന്ന ഇയാൾ ആ ഭാര്യയുടെ കൈക്ക് പിടിച്ചു. ഉറപ്പായല്ലോ, ഇത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവിനും ഉറപ്പായി എന്നെ ഇവൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ വെച്ച് ആ കത്തി പിടിച്ചു വാങ്ങി ആ പെണ്ണിനെ കഴുത്തറുത്ത് ഈ ഭർത്താവ് കൊന്നു. പകരം ഈ ഭാര്യയുടെ വീട്ടുകാർ വന്ന് ഇയാളെയും കൊന്നു എന്നുള്ളതാണ് ആ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവം. എന്തേ പണ്ടായത്? ഒരു നമീമത്ത്. ഈ അടിമയെ വിൽക്കുന്ന യജമാനൻ പറഞ്ഞിരുന്നു, ഇയാൾ നമീമത്ത് പറയുന്ന വ്യക്തിയാണ്, സൂക്ഷിച്ചോളുണ്ടോ അപകടം ഉണ്ടാവുന്നു. പക്ഷെ അത് നമീമത്തല്ലേ, അത് സാരല്ല. അതാണ് നമ്മുടെയും ചിന്താഗതി. ദുനിയാവിൽ വെച്ച് ഗീബത്തും നമീമത്തൊക്കെ പറയുമ്പോൾ അതിപ്പോ എന്താ, അത് ചെറിയൊരു പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ വലിയ അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സ്വലാത്തുകളും അതുപോലെ തന്നെ ദിക്റുകളും മറ്റു മജ്ലിസുകളും ഒക്കെ പങ്കെടുത്തത്, അതുപോലെ തന്നെ റമദാനാണ് ഇനി വരാനിരിക്കുന്ന റജബ് മാസം, അതിലാണ് പവിത്രമായ റജബിലാണ് നമ്മളുള്ളത്. യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ്. ആ റജബിലാണ് നമ്മളുള്ളത്. റജബ് മാസത്തിൽ, അതുപോലെ ശഅബാൻ മാസത്തിൽ, റമദാൻ മാസത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നന്മ ചെയ്താൽ 10 കൂലിയാണെങ്കിൽ റജബിലും ശഅബാനിലും റമദാനിലും ഒക്കെ ഒരു നന്മക്ക് അതിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളിലേക്കൊക്കെ നോക്കി അതിന്റെ പ്രതിഫലം 70ഉം 700ഉം 7000ഉം 70000ഉമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു തെറ്റ് ചെയ്താൽ, ഇതുപോലൊരു നമീമത്തോ ഗീബത്തോ പറഞ്ഞാൽ സാധാരണ മാസങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് കഠിനമായ ശിക്ഷയ്ക്ക് ഹേതുവാകുന്ന തരത്തിലുള്ള കുറ്റമായിരിക്കും അത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളെ കാക്കട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിക്കാൻ, പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ, സദഖകൾ, ദാനധർമ്മങ്ങൾ എല്ലാം ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ